വനിതാ സാഹിതി സംസ്ഥാന കമ്മിറ്റി വനിതാ സാഹിതി നാടകോത്സവം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 30 റീജിയണൽ തിയേറ്ററിൽ വെച്ചാണ് നാടകോത്സവം നടക്കുന്നത്. സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒന്നുകൂടെ പറയണോ? സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന നാടക പ്രവർത്തകരായ സാധാരണക്കാരായ സ്ത്രീകളെ ഒരുമിച്ച് ചേർക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഈ നാടകോത്സവത്തിലൂടെ വനിതാ സാഹിതി മുന്നോട്ട് വയ്ക്കുന്നത്. വനിതാ സാഹിതി സംസ്ഥാന കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന VSNS നാടക സംഘമാണ് ഈ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. VSNS നാടക സംഘത്തിൻ്റെ സെക്രട്ടറിയും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ ഡോക്ടർ D. ഷീല ഇന്നത്തെ ഓഗസ്റ്റ് 30 നടക്കുന്ന പരിപാടികളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. വനിതാ സാഹിതി നാടക സംഘം എന്നത് ഒരു രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. വനിതാ സാഹിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ്. 2024 രജിസ്റ്റർ ചെയ്തു. 2025 കേരള സംഗീത നാടക അക്കാദമിയുടെ 5 വർഷത്തേക്കുള്ള അമേച്ചർ നാടക സംഘത്തിന്റെ രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അത് സ്ത്രീകളെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഈ നാടക പ്രവർത്തനത്തിനുമായിട്ട് ബന്ധപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, അതേപോലെ ശരീരഭാഷ, അങ്ങനെയുള്ള പല ശില്പശാലകൾ നടത്തി വരികയായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായി സ്ക്രിപ്റ്റ് മത്സരവും അതേപോലെ ഏകപാത്ര അഭിനയ മത്സരവും നടത്തുകയുണ്ടായി. അതിൽ കാവുങ്കര ഭാർഗവി പുരസ്കാരം എന്നൊരു പുരസ്കാരം സ്ക്രിപ്റ്റ് മത്സരത്തിൽ ശ്രീമതി ജിഷ അഭിനയിക്കും. അതേപോലെ ഏകാഭിനയ മത്സരത്തിൽ ഉള്ള പുരസ്കാരം തിരുവനന്തപുരത്തുള്ള അംബിക വേലായുധനും തീരുമാനിക്കുകയുണ്ടായി. അത് നൽകുന്നതിന് വേണ്ടി ഒരു ആലോചന നടത്തിയപ്പോഴാണ് ശരിക്കും നമ്മളൊരു നാടകോത്സവം തന്നെ, കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നാടകോത്സവങ്ങളിൽ സ്ഥാനം ലഭിക്കുക എന്നുള്ളത് വളരെ ക്ലേശകരമായ ഒരു അവസ്ഥയാണ്. സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വനിതാ സാഹിതിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ബോധ്യമായതിനെ തുടർന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു നാടകോത്സവം നടത്താനുള്ള തീരുമാനമുണ്ടായതും. അതിനുവേണ്ടി ഞങ്ങൾ സ്ത്രീപക്ഷത്തിൽ ഉള്ള നാടകങ്ങൾ വനിതാ നാടക സംഘങ്ങളോട് ആവശ്യപ്പെടുകയും അങ്ങനെ ആവശ്യപ്പെട്ട പ്രകാരം കേരളത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാടകങ്ങൾ സ്ക്രീൻ ചെയ്ത് അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അത് പ്രധാനമായും ഏകപാത്ര നാടകങ്ങളാണ് കൂടുതൽ ലഭിച്ചത്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ടീം വർക്ക് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് ഞങ്ങളിത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഏകപാത്ര നാടകങ്ങൾ 9 ഏകപാത്ര നാടകങ്ങളും 4 ചെറു നാടകങ്ങളും. ഏകപാത്ര നാടകങ്ങൾക്ക് 10 മിനിറ്റ് സമയമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ചെറു നാടകങ്ങൾക്ക് 20 മിനിറ്റ് സമയമാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ആദ്യം നടത്തിയ സ്ക്രിപ്റ്റ് മത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ച ജിഷ അഭിനയയുടെ ഫരീദ എന്ന നാടകവും ഇത്രയും ചേർത്ത് 9, 5, 1 അങ്ങനെ 14 നാടകങ്ങൾ ചേർത്താണ് നമ്മൾ ഈ ദിവസത്തെ ഉത്സവത്തിൽ. അത് മത്സരമല്ല, പലരും ധരിച്ചിരിക്കുന്ന മത്സരമാണെന്ന് ധരിച്ചിട്ടുണ്ട്. മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വനിതാ സാഹിതിയുടെ നാടക പ്രവർത്തകർ ഒത്തുകൂടാനും, അതേപോലെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വനിതാ നാടക പ്രവർത്തനത്തിൽ ഇങ്ങനെ ഒരു സംഘാടനം, പ്രത്യേകിച്ചും ഒരു സംഘടന വനിതാ നാടക സംഘം നടത്തുന്ന ഒരു നാടകോത്സവം ഇതാദ്യമായിട്ടാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ അറിവിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരാദ്യമായിട്ടാണെന്നാണ് കരുതുന്നത്. അത്തരം ഒരു സംരംഭം ചെയ്യുമ്പോൾ അതിന് വേണ്ട എല്ലാവിധ വാർത്താ പ്രാധാന്യവും നൽകണമെന്നും അതിൽ പങ്കാളികളാവണമെന്നുമുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഇതിന്റെ കർട്ടൻ റൈസറായിട്ട് ഉടലുകൾക്ക് തീ പിടിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു റഫീഖ് മംഗലശ്ശേരിയുടെ അഞ്ജലി അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക നാടകമുണ്ട്. അത് വളരെ ശ്രദ്ധേയമായൊരു നാടകമാണ്. കോഴിക്കോട് ഇത് അവതരിപ്പിച്ച് വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു നാടകവുമാണ്. അപ്പൊ ആ നാടകവും ഇതിന്റെ കർട്ടൻ റൈസറായിട്ട് ആദ്യം വെക്കുകയും പിന്നീട് ഉദ്ഘാടന സമ്മേളനം ശ്രീജ ആറങ്ങോട്ടുകര നാടക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വനിതാ രംഗത്ത് സ്ത്രീകളുടെ രംഗത്ത് മാത്രമല്ല നാടക പ്രവർത്തന രംഗത്ത് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ
പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീജ ആറങ്ങോട്ടുകര. അവരാണ് ഈ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. നാടക മത്സരത്തിൽ ജയിച്ച 2 പേർക്കുള്ള പുരസ്കാരങ്ങൾ, കൗങ്കര ഭാർഗവി പുരസ്കാരവും ശാന്താദേവി പുരസ്കാരവും നൽകുന്നത് മുൻ മന്ത്രിയും കലാകാരിയുമായ പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദു ആണ് നൽകുന്നത്. മറ്റ് സംഘടനകളുടെ ഞങ്ങളുടെ വനിതാ സാഹിത്യ സംഘടനയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംഘടനാ നേതാക്കളെല്ലാം അന്ന് അതിൽ പങ്കാളികളാവും. ഒരു സമ്മേളനത്തിന് അപ്പുറത്തേക്ക് മാറി ഒരു നാടക ഉത്സവമായിട്ട് മാറുന്നു എന്നുള്ളതുകൊണ്ട് കൂടുതലും നാടക പ്രവർത്തനത്തിനാണ് ഞങ്ങൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ വൈകുന്നേരം സമാപന സമ്മേളനത്തിൽ ഇതിന്റെ ഈ സംഘാടക സമിതിയുടെ ചെയർപേഴ്സണായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഈ ഉദ്ഘാടനം ചെയ്യുകയും ഈ നാടക പ്രവർത്തകർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ചെയ്യും. ഇത്രയുമാണ് നാടകോത്സവത്തെ പറ്റി ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യത്തിന് ഉത്തരം പറയാം. ഇല്ല, ക്യാഷ് അവാർഡ് ഇല്ല. പുരസ്കാരം ഒരു ഫലകമാണ് പുരസ്കാരമായിട്ട് നൽകുന്നത്. ക്യാഷ് അവാർഡ് എന്നാണ് ഇനി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത്തരം ഒരു സാമ്പത്തിക ചട്ടക്കൂടുള്ള സംഘടനയല്ല. ഇത് ഒരു ക്രൗഡ് ഫണ്ടിങ് വെച്ചിട്ട് ലഭിച്ച 500-ന്റെയും 200-ന്റെയും 50-ന്റെയും ഒക്കെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ വളരെ ഈ നാടകോത്സവം വളരെ സാമ്പത്തികം വളരെയധികം വരുന്ന ഒരു നാടകോത്സവമാണ്. കാരണം റീജിയണൽ തിയേറ്ററിന് ഒരു ദിവസത്തെ റെന്റ് എടുക്കുകയും അതിന് എത്രയും നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നല്ല നിലയിൽ ഒരു സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട്. പ്രത്യേകിച്ച് സംഘടനയ്ക്ക് ഇങ്ങനെ ഒരു സാമ്പത്തിക ചട്ടക്കൂടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനകൾ വഴിയാണ് അത് നടത്തുന്നത്. പുരസ്കാരത്തിന് ധാരാളം എൻട്രീസ് ഉണ്ടായിരുന്നു. 28 നാടകങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ 28 നാടകങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത നാടകമാണ് അത്. 2 തവണ സ്ക്രൂട്ടിനി ചെയ്തിട്ട് ആണ് ഈ നാടകം തെരഞ്ഞെടുക്കുന്നത്. ആദ്യത്തേതിൽ നിന്നും ഒരു 4 നാടകങ്ങൾ തെരഞ്ഞെടുക്കുകയും ആ 4 നാടകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകം ഏതാണെന്നുള്ള 3 പേരുടെ ജൂറിമാരുടെ തീരുമാനത്തിനനുസരിച്ചിട്ടാണ് ഈ പുരസ്കാരം തീരുമാനിച്ചത്. മറ്റേ ഏകാഭിനയം അതുപോലെ തന്നെ. അത് ഒരു വേറൊരു ഇതിലുണ്ട്. പക്ഷെ അത് കോപ്പി എടുത്തിട്ടില്ല. അതിന്റെ സോഫ്റ്റ് കോപ്പി വേണമെങ്കിൽ അയച്ചു തരാം. ആ സോഫ്റ്റ് കോപ്പി ഞാൻ കൊടുക്കാം. ശ്രീമതി മേരി തോമസ് മാത്രമില്ല, ബാക്കി എല്ലാവരും. ഡോക്ടർ ഡി ഷീല, ഞാനാണ്. ജവിത ഹരിദാസ് വനിതാ സാഹിത്യയുടെ ജനറൽ സെക്രട്ടറി. സന്ധ്യ കെ ഈ നാടക സംഘത്തിന്റെ ട്രഷററാണ്. ഡോക്ടർ കെ ആർ ബീന ഈ വനിതാ സാഹിത്യയുടെ ജില്ലാ സെക്രട്ടറിയാണ്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമാണ്. എല്ലാവരും ഉണ്ട്. ഒരാൾ മാത്രമേ ഇല്ലാതുള്ളൂ, മേരി തോമസ്. ഇന്നൊരു ഇഞ്ചുറി പറ്റി, കൈക്കൊരു ഇഞ്ചുറി പറ്റിയ കാരണം അവർക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു.